ഹലോ, ഓൺ ദ ഗോ വിത്ത് ജിജീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് അനാമിക. അപ്പോൾ ഞാനും അനാമികയും കൂടെ രാവിലെ ബാൽക്കണിയിൽ നിന്ന് നല്ല വെതറാണ് എൻജോയ് ചെയ്യുക കേട്ടോ. സിറ്റീൻ്റെ മിസിസാഗ സിറ്റീൻ്റെ വ്യൂ ആണ്, ലോങ് വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നല്ല നല്ല വെതറാണ്, ഒരു ലൈറ്റ് തണുപ്പുണ്ട്. അപ്പോൾ ഒരു ജാക്കറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇപ്പം 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് അബുദാബിക്ക് പോവും. അപ്പോൾ അതിനു മുമ്പ് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ ഈ വ്ളോഗിലുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ട്രാവൽ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മളൊരു വാക്കിങ്ങിന് പോവുകയാണ് കേട്ടോ. സമയം ഒരു 9:10 കാണും. അപ്പം ഞാനും രാജുവേട്ടനും കൂടെ ഒരു വാക്കിങ്ങിന് നടക്കാൻ പോവുകയാണ്. നല്ല വെതറാണ്. ഇത് ടൊറൻറ്റോൻ്റെ അടുത്തുള്ള മിസിസാഗ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമ്മർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല വെയിലുണ്ട്, ഇടയ്ക്ക് മഴയുണ്ടാവും. എല്ലായിടത്തും നല്ല പച്ചപ്പാണ്. അപ്പം നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്ന സ്ഥലത്തുള്ളൊരു പാർക്കാണ്, കെന്നഡി പാർക്ക് എന്ന അതിൻ്റെ പേര്. ധാരാളം ആളുകൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വിങ്ങും പ്ലേ ഏരിയയും ഒക്കെയാണ്. അതെ, ടെന്നീസ് കോർട്ടിലൊക്കെ ധാരാളം കോച്ചിങ്, സമ്മർ കോച്ചിങ് ആണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് സമ്മറിൽ പിന്നെ ഓരോ ക്ലാസ്സസ് ഉണ്ടാവും. അങ്ങനത്തെ ടെന്നീസ് ക്ലാസ്സസ് ആണെന്ന് തോന്നുന്നു. അത് നടക്കുന്നുണ്ട്. എല്ലായിടത്തും പൂക്കളും ഒക്കെ ആയിട്ട് നല്ല സ്പ്രിങ് ആണ്. സ്പ്രിങ് സമ്മറിൻ്റെ ഇടയിലുള്ള ടൈമാണിത്. ഇതിവിടെ ഞാൻ കാണിക്കുന്നത് ഒരു മേപ്പിൾ ട്രീ ആണ് കേട്ടോ. ചെറിയ കുട്ടി ട്രീ ആണ്. ഇതാണ് മേപ്പിളിൻ്റെ ഇല. ഈ ഇലയാണ് കാനഡേൻ്റെ ഫ്ലാഗ്. ഇതാണ് കാനഡേൻ്റെ ഫ്ലാഗ്. ഇതാണ് മേപ്പിൾ ലീഫ്. ഇവിടെ ഇഷ്ടം പോലെ മേപ്പിൾ ട്രീ ഉണ്ട്. ഈ വലിയ മരങ്ങളൊക്കെ മേപ്പിളാണ് കേട്ടോ. വലിയ ഹ്യൂജ് മരങ്ങൾ കണ്ടോ. ഇതൊക്കെ എന്തൊരു വലുതാ. ഈ മരം നോക്കിയാൽ എന്ത് ഭംഗിയാ, എന്ത് വലുത് പരന്നിരിക്കുന്ന മരം. ഇത് മേപ്പിളാണ് കേട്ടോ. ഈ മരമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അവർ വെച്ച് പിടിപ്പിക്കുന്ന മരവും മേപ്പിൾ തന്നെയാണ് കേട്ടോ. ഇത് സോക്കർ ഫീൽഡാണ്. കുട്ടികൾ സമ്മറിൽ വന്ന് സോക്കർ കളിക്കുന്ന ഫീൽഡാണിത്. ഇതൊരു പാർക്കാന്ന് പറഞ്ഞല്ലോ. അപ്പുറത്തെ ടെന്നീസ് കോർട്ട്, ചെറിയ കുട്ടികളുടെ പ്ലേ ഏരിയ അവിടെ. ഇത് സോക്കർ ഫീൽഡ്. ഇനിയിപ്പം പാർക്കിൽ വന്ന് ഇവിടെയൊന്നും ഒരു ഇതും ഇല്ല, എന്താ പറയുക, പേപ്പർ ഗാർബേജ് ഒന്നുമില്ല. ഗാർബേജ് ഇടാനുള്ളതാണ് ഇത്. ഇതാണ് ഗാർബേജ് ക്യാൻ. ഇതിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് റീസൈക്കിളാണ്, ഒന്ന് ജനറൽ വേസ്റ്റ് ആണ്. ഇത് റീസൈക്കിളിന് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇത് ജനറൽ വേസ്റ്റ്. അതാണ് ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടിരിക്കുന്നത്. ഈ ട്രീ ആണ് ഷുഗർ മേപ്പിൾ കേട്ടോ. ഇതാണ് ഷുഗർ മേപ്പിൾ. കാനഡ ഫ്ലാഗ് ആണിത്. ഈ ഇലയാണ് കാനഡ ഫ്ലാഗ്. ഇതൊക്കെ ഷുഗർ മേപ്പിളാണ്, ബ്രൗണ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള പാർക്ക് അവിടെയും കണ്ടോ നമ്മൾ വേസ്റ്റ് ഗാർബേജ് വെച്ചിട്ടുണ്ട്. ദൂരെ കാണുമെന്ന് അറിയില്ല. അവിടെയും ഗാർബേജ് വെച്ചിട്ടുണ്ട്. ഈ കെനഡി പാർക്കിലുള്ള വരുന്ന ആളുകൾക്ക്, ഇപ്പോൾ കുട്ടികൾ കളിക്കുമ്പോഴും നമ്മൾ നടക്കാൻ വരുമ്പോഴും ഒക്കെ എല്ലാവർക്കും വാഷ്റൂം ആവശ്യമാണ്. അപ്പം ഇതാണ് പോർട്ടബിൾ വാഷ്റൂം. ഇവിടെയാണ് പോർട്ടബിൾ ടോയ്ലറ്റ്സ് ആണിത്. ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. ഈ പാർക്കിൽ വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള പോർട്ടബിൾ ടോയ്ലറ്റ്സ് ആണിത്. ഓക്കെ,
എഴുത്. ഇത് ഒരു ക്രീക്കാണ്, ഈ ഫോറസ്റ്റ്, ഈ ട്രെയിലിലുള്ള ഒരു ക്രീക്കാണ്. ബ്യൂട്ടിഫുൾ ഒരു ബ്രിഡ്ജാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ? വാവ്, വെരി നൈസ്. നമ്മളെ നാട് പോലെ തന്നെ ഉണ്ട്. അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കനേഡിയൻ വൈൽഡ് ഗൂസാണിത്. അവർ ഒരു റെസ്റ്റിംഗ് സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അവർ അറ്റാക്ക് ചെയ്യും. അവർ മൈഗ്രേറ്റിംഗ് ആണ് എപ്പോഴും. ഒരു വാം ക്ലൈമറ്റ് വരുമ്പം കാനഡയ്ക്ക് വരും, തണുപ്പാകുമ്പം അവർ തിരിച്ച് വേറെ ചൂട് സ്ഥലത്തേക്ക് പോകും. അങ്ങനെ മൈഗ്രേറ്റിംഗ് ഗൂസ് അത്. ഇതിൻ്റെ പേര് കനേഡിയൻ വൈൽഡ് ഗൂസ് എന്നാണ് കേട്ടോ. ധാരാളം പോളൻസ് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, പൊടി പൊടിയായിട്ടിങ്ങനെ വീഴുന്നുണ്ട്. ഇത് ഈ സ്പ്രിങ്ങിലുള്ളൊരു കാര്യമാണ് പോളൻസ്. പലർക്കും അലർജിയാണിത്. പൂക്കളിൽ നിന്നൊക്കെ വരുന്ന പോളൻസാണിത്. കാണുന്നുണ്ടോ? വെള്ള പൊടി പൊടി, അത് പോളൻസാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. വൈകുന്നേരം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് കുട്ടികൾ വന്നിട്ട് പുറത്ത് പോകാമെന്ന് വെച്ചു. ഇത് അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. താഴെ റോഡിലേക്കുള്ള വ്യൂ അത്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ സ്ക്വയർ വൺ മാളിലേക്ക് പോയി. അപ്പോൾ അവിടെ കുറച്ച് പോകുന്നതിൻ്റെ മുന്നേ കുറച്ചൊരു ഷോപ്പിങ്ങും വെറുതെ കുട്ടികളുടെ കൂടെ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വെച്ച് ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാണ്. ഇതാണ് സ്ക്വയർ വൺ മാൾ. ഞാൻ മാളിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പുറമേ നിന്നുള്ളൊരു വ്യൂ മാത്രമേ ഉള്ളൂ. ഒന്ന് വാൾമാർട്ടിലൊക്കെ ഒന്ന് കയറി. നെക്സ്റ്റ് ഡേ പോവുകയാണല്ലോ, അപ്പം അതിൻ്റെ മുന്നേ ഉള്ള ഒരു ചെറിയൊരു കറക്കം. ഇതും സൂപ്പർ സെൻറ്ററാണ്. ഈ വാൾമാർട്ടും ഹ്യൂജ് വാൾമാർട്ടായത്. അങ്ങനെ ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ച് ഞങ്ങൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഞങ്ങൾ പോകുന്ന ദിവസം ഇന്ന് ഈവനിങ് ആണ് ഫ്ലൈറ്റ്. അബുദാബിക്കാണ് പോകുന്നത്. അപ്പം കുട്ടിലൊക്കെ വിട്ട് പോകുന്നതിൽ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അവരൊക്കെ അടുത്ത വെക്കേഷനിൽ നാട്ടിൽ വരും, അതുകൊണ്ട് അടുത്ത് തന്നെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്.